ഹേ ഗൈസ്, നിങ്ങൾ ഈ പൂ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഇതാണ് കേട്ടോ ട്രൈ ഔട്ട് ചെയ്യണത്. ഇത് കുളവാഴയുടെ പൂവാണ് കേട്ടോ. വാട്ടർ ഹയാസിന്ത് എന്നും പറയാം. അപ്പൊ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ആ കളർ ക്രേപ്പ് പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി. എൻ്റെ അടുത്ത് ആ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പർ എടുത്ത് ഓവൽ ഷേപ്പിലാണ് മുറിച്ച് കൊടുക്കണത്. അത്ര പെർഫെക്റ്റ് ഒന്നും ആവണ്ട. സോ ആ കളറും ഇല്ലാത്ത കാരണം ഞാൻ മിക്സ് ചെയ്താണ് എടുക്കണത്. കളർ മിക്സ് ചെയ്ത് കുറേ വെള്ളം ഒഴിച്ചിട്ട് അത് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഡിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ പാത്രം എടുക്കാൻ ശ്രമിക്കുക. കാരണം എനിക്കിത് മുക്കാൻ കുറച്ച് പാടായിരുന്നു. അതിൻ്റെയൊക്കെ നടുക്ക് കുറച്ച് യെല്ലോ കളറും കൂടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തു. ഇനി എല്ലാതും ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെച്ചോട്ടോ, കാരണം ഇത് അഴിഞ്ഞു പോരരുത്. എല്ലാം ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതുപോലെ സ്റ്റെമ്മ് ചെയ്യണം. സോ ഞാൻ ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ ആണ് എടുത്തത്. അത് മടക്കി പകുതിയോളെ മുറിക്കുന്നുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് മുറിച്ച് കളയരുത്, പകുതി വെച്ച് മുറിക്കാം. എന്നിട്ട് അത് അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് അത് ഓരോന്നും ട്വിസ്റ്റ് ചെയ്തെടുത്തു. ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇനി ഈ ക്രേപ്പ് പേപ്പർ നിങ്ങൾക്ക് എത്ര നീളത്തിലാണോ ആ ഒരു പൂവിന്റെ തണ്ട് വേണ്ടത് അതേ നീളത്തിൽ എടുത്തിട്ട് ഈ ക്രേപ്പ് പേപ്പർ ചുറ്റി കൊടുക്കുക. ഓരോ സ്റ്റെമ്മുമാര് കിട്ടും. ആ എല്ലാത്തിലും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ടിഷ്യൂ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. സോ എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കുളവാഴ പോലെ ഉണ്ടോ ഇല്ലേന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഹേ ഗൈസ്, നിങ്ങൾ ഈ പൂ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഇതാണ് കേട്ടോ ട്രൈ ഔട്ട് ചെയ്യണത്. ഇത് കുളവാഴയുടെ പൂവാണ് കേട്ടോ. വാട്ടർ ഹയാസിന്ത് എന്നും പറയാം. അപ്പൊ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ആ കളർ ക്രേപ്പ് പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി. എൻ്റെ അടുത്ത് ആ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പർ എടുത്ത് ഓവൽ ഷേപ്പിലാണ് മുറിച്ച് കൊടുക്കണത്. അത്ര പെർഫെക്റ്റ് ഒന്നും ആവണ്ട. സോ ആ കളറും ഇല്ലാത്ത കാരണം ഞാൻ മിക്സ് ചെയ്താണ് എടുക്കണത്. കളർ മിക്സ് ചെയ്ത് കുറേ വെള്ളം ഒഴിച്ചിട്ട് അത് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഡിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ പാത്രം എടുക്കാൻ ശ്രമിക്കുക. കാരണം എനിക്കിത് മുക്കാൻ കുറച്ച് പാടായിരുന്നു. അതിൻ്റെയൊക്കെ നടുക്ക് കുറച്ച് യെല്ലോ കളറും കൂടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തു. ഇനി എല്ലാതും ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെച്ചോട്ടോ, കാരണം ഇത് അഴിഞ്ഞു പോരരുത്. എല്ലാം ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതുപോലെ സ്റ്റെമ്മ് ചെയ്യണം. സോ ഞാൻ ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ ആണ് എടുത്തത്. അത് മടക്കി പകുതിയോളെ മുറിക്കുന്നുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് മുറിച്ച് കളയരുത്, പകുതി വെച്ച് മുറിക്കാം. എന്നിട്ട് അത് അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് അത് ഓരോന്നും ട്വിസ്റ്റ് ചെയ്തെടുത്തു. ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇനി ഈ ക്രേപ്പ് പേപ്പർ നിങ്ങൾക്ക് എത്ര നീളത്തിലാണോ ആ ഒരു പൂവിന്റെ തണ്ട് വേണ്ടത് അതേ നീളത്തിൽ എടുത്തിട്ട് ഈ ക്രേപ്പ് പേപ്പർ ചുറ്റി കൊടുക്കുക. ഓരോ സ്റ്റെമ്മുമാര് കിട്ടും. ആ എല്ലാത്തിലും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ടിഷ്യൂ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. സോ എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കുളവാഴ പോലെ ഉണ്ടോ ഇല്ലേന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.